ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. അവരുടെ നൈറ്റ് ഫീലിങ്സിനെ കുറിച്ച് നമുക്ക് അറിയാൻ നോക്കാം. ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെയും പേഴ്സൻ്റെയും ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളത് അറിയാൻ ശ്രമിക്കാം. ആദ്യമേ നമുക്ക് നിങ്ങളുടെ എനർജി നോക്കാം. എക്സോഷൻ ആണ്. ഇനി നമുക്ക് പേഴ്സൻ്റെ എനർജി എടുക്കാം. ബ്രേക്ക് ത്രൂ ആണ് പേഴ്സൻ്റെ എനർജി. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരുപാട് ടയേർഡായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞു. മാത്രമല്ല നിങ്ങൾക്ക് തന്നെ ഒരു വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ട്. ഒരുപാട് ഭാരം അനുഭവിക്കുന്നു. ഞാൻ തന്നെയാണല്ലോ എപ്പോഴും ഇതിനു വേണ്ടി മുൻകൈ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതെൻ്റെ മാത്രം ആവശ്യമാണോ, അങ്ങനെ ഒരു 100,000 കാര്യങ്ങൾ മനസ്സിനകത്ത് ഉണ്ടാവാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജിൽ തന്നെ കാണാം, ഒരു വ്യക്തി ഒരു കോംപ്ലിക്കേറ്റഡ് മെഷീനകത്ത് പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആകെ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജി. ഇൻ ദ സെയിം വേ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻ. ഇവരുടെ ഒരു ഇൻറ്റൻഷൻ എന്താണ്? ചിലപ്പോൾ ചില റിപ്പീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒരു ലൂപ്പിനകത്ത് പെട്ടിട്ടുള്ള ഒരു എഫക്റ്റ് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാം. അതായത് ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്തൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു, സെപ്പറേഷൻ വരുന്നു, വീണ്ടും വ്യക്തി വരുന്നു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് പാച്ചപ്പായി പോകുന്നു, വീണ്ടും സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ആവുന്നു. അപ്പോൾ ഇത് ആദ്യത്തെ തവണ ഓക്കെ, സെക്കൻഡ് തവണയും ഓക്കെ, പിന്നെയും പിന്നെ ഇത് നമ്മുടെ ലൈഫിൽ കയറി വരുമ്പോൾ വല്ലാത്തൊരു മടുപ്പ് അനുഭവപ്പെടും, ഒരു പ്രതീക്ഷയില്ലാത്ത പോലെ തോന്നും എന്നൊക്കെ പറയുന്ന ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യാനോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലൂപ്പിൽ തുടരുന്നില്ല, എനിക്കിങ്ങനെ എക്സോസ്റ്റഡ് ആവാൻ വയ്യ എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോരാനും കഴിയുന്നില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങളുടേതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാടൊരു മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാം. അതിനുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. പക്ഷേ അതിന് തയ്യാറാവുന്നില്ല. ഒരുപക്ഷെ ആ ഒരു പേഴ്സണോടോ റിലേഷൻഷിപ്പിനോടോ ഒക്കെയുള്ള ഇഷ്ടക്കൂടുതലുകൊണ്ടായിരിക്കാം. എന്നാൽ വിട്ട് കളയാൻ കഴിയാതെ എപ്പോഴെങ്കിലുമൊക്കെ ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിലും ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥ വരുമ്പോൾ വളരെ എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വലിയൊരു ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ തുടർന്നായിരിക്കും ഇതുപോലെയുള്ള ഒരു അവസ്ഥയിൽ ചെന്ന് പെട്ടിട്ടുണ്ടാവുന്നത്. അപ്പം മാനസികമായിട്ട് ഒരു സമാധാനം അല്ലെങ്കിൽ കാംനെസ്സിലേക്ക് എത്തിയിട്ടില്ല. സ്വന്തമായിട്ട് സ്വസ്ഥത വളരെ കുറവായിട്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് കുറച്ചൊന്ന് ആദി പിടിക്കുന്നുണ്ട്, ഒരു വിശ്വാസക്കുറവുണ്ട്. ഇത്തരത്തിലുള്ള എനർജി നമുക്കിവിടെ കാണാം. ഇനി നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു എനർജി നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അല്ലെങ്കിൽ ചില സത്യങ്ങൾ തുറന്ന് പറയാനായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് വേണ്ടത്, അവർക്ക് എന്താണ് ഇതിനകത്ത് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. എന്താണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൻ്റേതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിലവിൽ രണ്ടുപേരുടെയും എനർജി ഇത്തരത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ എനർജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ ആയിക്കോട്ടെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പാസ്റ്റിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒക്കെ തീർച്ചയായിട്ടും നടന്നിട്ടുണ്ടാവാം. നിങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണ് ഒരു ക്ലാരിറ്റി തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക്.
ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുന്നുണ്ടാവാം. ഈ ഒരു പേഴ്സൺ ഹൈഡ് ചെയ്ത് വെച്ചോന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങളുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. വളരെ ഒരു കാര്യമായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹോണസ്റ്റ് കോൺവെർസേഷൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കിവിടെ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് കാണാം. അത് തുറന്ന് പറയാനുള്ള ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാര്യമല്ല. ഇതിന് മുൻപ് ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ പറയുന്ന പോലെ പഴയ ശങ്കരൻ തെങ്ങുമ്പേ തന്നെ എന്ന് പറഞ്ഞതുപോലെ വീണ്ടും റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു പുതുമയായിരിക്കണം എന്നില്ല. ഓ, ഈ പേഴ്സൺ ഇത് തന്നെ പണി എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. അപ്പോൾ ആ ഒരു എനർജി നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും കറൻറ്റ്ലി ഈ ഒരു വ്യക്തി നിങ്ങളോട് തുറന്ന് സംസാരിക്കാനായിട്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഈ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. Hierophant, Devil, Knight of Cups, the Fool, Ace of Wands, Six of Pentacles, Judgment, Magician, Five of Wands, Five of Swords, Ten of Cups, Eight of Cups, Two of Swords, Six of Cups, Three of Cups, Wheel, Two of Wands. നമ്മൾ ഇവരുടെ ഒരു എനർജിയിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. കുറച്ച് പേർക്കായിരിക്കാം ഈ ഒരു സ്പ്രെഡ് റെസണേറ്റ് ആവുന്നവരിൽ തന്നെ കുറച്ച് പേർക്കായിരിക്കാം. അതായത് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ, ബോണ്ടിങ് ഒക്കെ നമുക്ക് കാണാം. അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഫീലിംഗ്, ആ ഒരു അറ്റാച്ച്മെൻറ്റും കാണാം. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ പ്രലോഭിപ്പിച്ച് നിർത്തുന്ന ചില കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു പ്രലോഭനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടെംപ്റ്റേഷൻ ഇൻ ദ സെൻസ് വരുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരിൽ ഒരു നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ സ്നേഹം, ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ അതൊക്കെ ആ സൈഡിലുണ്ട്. പക്ഷേ പാർട്ട്ണറുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു സൗന്ദര്യം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ അവരുടെ ഒരു ട്രഡീഷൻ, കൾച്ചർ, നമ്മളെക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള മോഹിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അതായത് ഇവിടെ ഈ ഒരു പേഴ്സണേക്കാൾ ചിലപ്പോൾ എന്തുകൊണ്ടും ഒരു പടി മുകളിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളായിരിക്കാം. പല കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ ഭയങ്കരമായിട്ടൊരു അട്രാക്റ്റീവായിട്ട് തോന്നുന്നതോ അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ട് തോന്നുന്നതോ ആയിട്ടുള്ളൊരു കാര്യം കൂടി ഉണ്ടെന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഇമോഷണൽ ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു എനർജി നമുക്ക് കാണാം. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞതുപോലെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങളെ വിട്ടുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ളൊരു പേഴ്സണാണ്. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിക്കഴിഞ്ഞാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും പൂർണ്ണമായിട്ടും വിട്ടു പോകാന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ലോസ് ഫീലിംഗ് തോന്നും. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒന്നൊരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് തമ്മിലുള്ള സ്നേഹം കാര്യങ്ങളുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ടെംപ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ കുറച്ചും കൂടി മേൽത്തരമായിട്ട് അവർക്ക് തോന്നുന്ന ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും വിട്ടു പോകാൻ കഴിയാത്ത രീതിയിൽ ആ ഒരു പേഴ്സണെ ഇതിനകത്ത് പിടിച്ചു നിർത്തുന്നുണ്ട് എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പോൾ ഉള്ള ആ ഒരു അവസ്ഥയിൽ നിന്നൊരു കുറച്ചും കൂടി ഒരു ബെറ്റർ പ്ലേസിലേക്ക് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകാനായിട്ട് ഇവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന എനർജി നമുക്കിവിടെ ഒന്നല്ല ഒന്നിൽ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ അത്ര നല്ല ടേംസിലല്ല. ഓൾറെഡി നിങ്ങളുടെ ആ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓവറോൾ എടുത്തപ്പോൾ കണ്ടതാണ്. നിങ്ങൾ എക്സോസ്റ്റഡ് ആണ്. മേ ബി അത് തന്നെയായിരിക്കും എൻ്റെ കാരണം. ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്കൊരു വളരെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ തരാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ തന്ന വാക്ക് പാലിക്കാൻ പറ്റണമെന്നുണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു സ്ട്രോങ് ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ വളരെ കാര്യമായിട്ട് തന്നെ കാണാം എന്നുള്ളതാണ്. ഇതിനകത്ത് എന്തെങ്കിലും തടസ്സങ്ങളോ പ്രതിബന്ധങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫയറി നേച്ചറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണുന്നത്. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അതെല്ലാം നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും അതെ, ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ ഒരു റീബർത്ത് ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കാര്യമായിട്ട് തന്നെ കാണുന്നൊരു കാര്യമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ ഒരു പേഴ്സണെ വേറെ ചില കാര്യങ്ങളും കൂടി പിടിച്ചു നിർത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനോ ഒക്കെ ആയിരിക്കാം അവരിടയ്ക്ക് ഒന്ന് കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പോയി കഴിഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ അവർക്കതൊരു നൊസ്റ്റാൾജിയ കൂടിയാണ്. അല്ലെങ്കിൽ അവർക്കതൊരു സോൾ കണക്ഷനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ അത്രയും കാലപ്പഴക്കമുള്ള ഒന്നായിരിക്കാം. അപ്പോൾ അതും അവരെ പിടിച്ചു നിർത്തുന്ന ഫാക്ടറാണ്. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യമാണ്. ആ 2 ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, നമുക്ക് മാനസികമായിട്ട് ഒരു വ്യക്തിയോട് തോന്നുന്ന ഒരു അറ്റാച്ച്മെൻറ്റ്, സ്നേഹം, ഇഷ്ടം, താല്പര്യം. മറ്റൊന്നെന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ആയിട്ട് അല്ലെങ്കിൽ നമ്മളെക്കാൾ മികച്ച് നിൽക്കുന്ന ഒരു പേഴ്സണായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, നമ്മളെ ടെംപ്റ്റ് ചെയ്യിപ്പിച്ച് നിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പേഴ്സൺ വിട്ടു പോകാനോ അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്താനൊക്കെ തീർച്ചയായിട്ടും മടിയുള്ളൊരു വ്യക്തിയാണ്. കാരണം അങ്ങനെ ഒരു ക്വാളിറ്റി നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയിലുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അവരെക്കാളും കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. സമൂഹത്തിൽ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പല ക്വാളിറ്റി എന്ത് വേണമെന്നുണ്ടെങ്കിലോ ആ ഒരു വ്യക്തിയുടെ കണ്ണിൽ നിങ്ങളൊന്ന് ഒരു പൊടി മേലെയായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും വ്യത്യസ്തരായ വ്യക്തികളായിരിക്കാം നിങ്ങൾ. പുറമെ നിന്ന് നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കാം ഇവരുടെ കണ്ണിൽ നിങ്ങളാണ് ഒരു മികച്ചു നിൽക്കുന്നതെന്നുള്ള കാര്യം നമ്മളിവിടെ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ അത് റിയലായിട്ടും അങ്ങനെ തന്നെയായിരിക്കാം. ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങളിലുള്ള വ്യത്യസ്തത ചിലപ്പോൾ ചിലവരിൽ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷ, ജാതി, മതം അങ്ങനെയുള്ള പല കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള നിലവാരമൊക്കെ പല തട്ടിലായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹമൊക്കെ നിങ്ങൾക്ക് തരണം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം ആ ഒരു കപ്പ് ഓഫ് ലവ് ആയിട്ട് നിങ്ങളിലേക്ക് വരാനാണ് ഈ ഒരു പേഴ്സൺ തീർച്ചയായും ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നോ കോൺടാക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ലെസ് കോൺടാക്റ്റ് ആണ്, നിങ്ങൾ ഒട്ടും തൃപ്തിയില്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണെന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങളെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഒരു മാറ്റം കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഈ വ്യക്തിക്കുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു മെജീഷ്യൻ എനർജിയാണ്. അവരത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്കവിടെ കാണാം. അപ്പോൾ നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. ഇനിയിപ്പോൾ ചിലവരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്, ഹാപ്പിനെസ് ഒക്കെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. പക്ഷേ ആ ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ ചില വെല്ലുവിളികൾ ഉള്ളതായിട്ട് തന്നെ അവർക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. എന്താണെങ്കിലും ഒരു സ്ട്രെസ് ഫാക്ടർ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ല, അല്ലാതെ തന്നെ അവരുടെ ലൈഫിൽ അവർ വളരെ ഒരു പ്രഷറിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഈ പറഞ്ഞ ചിലവർക്കത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സംഗതിയായിരിക്കാം. അപ്പോൾ ആ ഒരു കടമ്പകൾ കടന്നു കഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഹാപ്പി ആയിട്ട് ഫുള്ളി ഇൻവോൾവ് ആയിട്ട് എൻജോയ് ചെയ്ത് നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിനകത്ത് സ്ട്രഗിൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ മറ്റാരോടെങ്കിലും അവർക്കൊരു ഫേക്ക്നെസ് കാണിച്ചിട്ടായിരിക്കാം നിങ്ങളിലേക്കുള്ളൊരു ഹാപ്പി ആയിട്ട് നിൽക്കാൻ കഴിയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് വരണം എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെയാണ് അല്ലെങ്കിൽ അത്രയും ആ ഒരു പേഴ്സണെ സ്ട്രോങ് ആയിട്ട്
കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരെ ഒന്ന് ബാക്കിലേക്ക് ആക്കിയാലേ ഈ പേഴ്സണ് നിങ്ങളിലേക്ക് വരാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഇവരിവിടെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്. ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യം ആ ഒരു തേർഡ് പാർട്ടി ഇവരുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ അവർ പൂർണ്ണമായിട്ട് തേർഡ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോരണം എന്നുള്ളതായിരിക്കാം. അതിനല്ല ഇപ്പോൾ കഴിയാത്തൊരവസ്ഥയായതുകൊണ്ടായിരിക്കാം ആ ഒരു വ്യക്തി ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നതോ, നിങ്ങളാണെന്നുണ്ടെങ്കിലും ആകെ എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നതോ അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ചിലർക്കൊരു കാര്യമുണ്ട്, അവരോട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇവർക്ക് ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് കണക്ഷൻ ഉണ്ട്, പറഞ്ഞതുപോലെ ഉപേക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ തുടർന്ന് പോകുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്ന പ്രോമിസ് വെറുതെയായി. അപ്പോൾ അത് ഒരു പക്ഷേ അതും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. എക്സോസ്റ്റായി പോകുന്നത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത്രയും സ്നേഹത്തോടെ കാണുന്ന ഒരു വ്യക്തി നമുക്ക് തന്നിട്ടുള്ള വാക്കുകൾ മാറ്റി പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള പ്രോമിസ് കീപ്പ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത്രയും ആ ഒരു ടയേർഡ് ആവുന്നതിന് മറ്റൊരു റീസണും നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഇതെപ്പോഴും കേട്ട് കേട്ട് മടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുള്ള ആൾക്കാരുണ്ട്. കാരണം ഇതുപോലെ തന്നെ ഒരു ഓൺ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തന്ന് നിൽക്കുന്നു, വീണ്ടും ഓഫായിട്ട് പോകുന്നൊരവസ്ഥ, മാറിപ്പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയൊക്കെ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അത് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ ഇതാണ് ഈ ഒരു പേഴ്സൻ്റെ പ്രശ്നം എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു എനർജിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ റീഡിങ്ങിന് ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ അവർക്കിത് വിട്ടുകളയാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണിക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിക്കാനായിട്ട് ഈ ഒരു പേഴ്സണിന് കഴിയില്ല. അവർക്ക് അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ തക്കമുള്ള ഒരു ബന്ധമായിട്ടല്ല അവർക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ നിങ്ങളെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചോദിച്ച് നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അവർ കൺഫ്യൂസ്ഡ് ആയി പോകുന്നു. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് അവർ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന വ്യക്തികളോട് ചെയ്തു കഴിഞ്ഞെങ്കിൽ എനിക്കിതിലേക്ക് അതുപോലെ ഫ്രീ ആയി വരാൻ കഴിയൂ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പൂർണ്ണമായി ഇറങ്ങി വന്നാലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ മുന്നോട്ട് വരാൻ കഴിഞ്ഞെന്ന് വരുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വ്യക്തിയെ കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം, ആ ഒരു എൻജോയ്മെൻറ്റ് ആഗ്രഹിക്കുന്നതായിട്ട് കാണാം, കാര്യങ്ങളിലൊരു പോസിറ്റിവിറ്റി കടന്നു വരും, ഇപ്പോൾ ഉള്ള ആ ഒരു സ്ട്രഗിൾ മാറും എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ കൂടുതൽ സമയം നിങ്ങളോടൊപ്പം ചിലവഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. നിങ്ങൾക്ക് വേണ്ടത്ര ഒരു ക്വാളിറ്റി ടൈം തരണം എന്നുള്ള ഒരാഗ്രഹം അവരുടെ മനസ്സിനകത്തുണ്ട്. കാരണം തീർച്ചയായിട്ടും അവർക്കറിയാം ഇപ്പം നിങ്ങൾക്കൊരു ക്വാളിറ്റി ടൈം തരുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നടക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി പോകണം. നിങ്ങളോടൊപ്പം ഒരു ഹാപ്പിനെസ് ചിലവഴിക്കാനായിട്ട് ഈ ഒരു വ്യക്തി നല്ലതുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്നുള്ളതും അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പേഴ്സണ് അവരുടെ സിറ്റുവേഷൻ കുറച്ചൊരു ടഫാണ്, അല്ലെങ്കിൽ അതിനകത്ത് ബുദ്ധിമുട്ടി നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേണ്ട വിധത്തിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത്. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞതുപോലെ തടസ്സമായിട്ട് നിൽക്കുന്ന സ്ട്രോങ് തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് അവർക്കൊരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ആലോചന നമുക്കിവിടെ കാണാം, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്, ഏത് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാലാണ് ഇവർ ആഗ്രഹിക്കുന്ന പോലെ ഇതിനകത്തേക്ക് മുന്നിലേക്ക് വരാൻ കഴിയുക എന്നുള്ള ഒരു എനർജിയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ഇല്ലാത്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കോൺടാക്റ്റ് ഇല്ലാത്തവർ ചിലപ്പോൾ കുറവായിരിക്കാം, ഓൺ ആൻഡ് ഓഫിലാണെന്നുണ്ടെങ്കിൽ പോകുന്നവരായിരിക്കാം. എന്താണെങ്കിലും കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അത് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്, അങ്ങനെയുള്ളൊരു എനർജി അവർക്കുണ്ട്. പക്ഷേ ഒരു സ്റ്റെബിലിറ്റി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് കുറച്ചൊരു സമയം വേണ്ടി വരും. കാരണം അവരുടെ മനസ്സിലുള്ള ആ ഒരു ചാഞ്ചല്യം നമുക്കിവിടെ നല്ലതുപോലെ കാണാം. അവരുടെ ഒരു സിറ്റുവേഷൻ്റെ പ്രഷറും കൂടി ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഒരു പ്രോപ്പറായിട്ട് അവരുടെ ഒരു മനസ്സിനനുസരിച്ച് അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയാത്തത്. അപ്പോൾ കുറച്ചധികം വ്യക്തികൾക്കും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ ഇവരുടെ ഒരു എനർജി എടുത്തപ്പോൾ കണ്ടതാണ്, അവർക്ക് ആ ഒരു ബ്രേക്ക് ത്രൂ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതുപോലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ ഇപ്പോഴത്തെ ഒരു ലെവലിൽ നിന്ന് കുറച്ചും കൂടി ഒരു ഹൈ എനർജിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 5, നമ്പർ 15, നമ്പർ 10, നമ്പർ 20. ഇനി ഇതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ജെമിനി, വിർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ടോറസ് ആൻഡ് സ്കോർപിയോ.
ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റിയൊരു കാര്യമാണ് എന്തൊക്കെ തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ എത്രയൊക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും വിട്ടു പോകാൻ കഴിയാത്ത വ്യക്തികളുടെ എനർജി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആയിരിക്കും നിങ്ങളെപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.